അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ സ്പെഷ്യൽ ഇന്നലെ ഒരു മീൻ ഞാൻ കാണിച്ചിരുന്നു, കോലാൻ. അതിനെ പുളിയിട്ട് കറി വെച്ചിട്ടാ. അപ്പം നല്ല കുറുകുറാച്ചാറിൽ, കുറുക്കനല്ല കുറുകുറാച്ചാറിലാട്ടോ വെച്ചിരിക്കണം. കുടംപുളി ഇട്ട് വെച്ചതാണ്. പിന്നെ ഒരു 3-4 ചാള നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ചാള ബാക്കിയുണ്ടായി മാരിനേറ്റ് ചെയ്തത്, അത് വറുത്തെടുത്തു. പിന്നെ ഇന്നൊരു സ്പെഷ്യലായിട്ട് വെച്ചത് ഇടയ്ക്ക് ഞാൻ വെക്കണ കറിയാണ് കേട്ടോ. പാവക്കായും ക്യാരറ്റും കൂടി വെറുതെ ഒന്ന് മെഴുക്ക് പുരട്ടി പോലെ എടുത്തിട്ട്. അപ്പോൾ അധികം ആർഭാടമൊന്നും ഇല്ലാത്തൊരു കറിയാണത്. അപ്പോൾ ഡയറ്റൊക്കെ നോക്കണവർക്ക് പറ്റിയൊരു കറിയാണ് കേട്ടോ അത്. അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വേപ്പിലയും എല്ലാം കൂടി ഇട്ട് റെഡിയാക്കിയ കറിയാണ്. പുളികളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നല്ലൊരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ. അപ്പോഴേ നമ്മുടെ ഇന്നലെ ഞാൻ വാങ്ങിച്ച 2-3 കോലാനുണ്ടായി. അപ്പോൾ പുളിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പുളിയിട്ട് കറി വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ അല്പം തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത അരപ്പാണ് കേട്ടോ അത്. അപ്പോൾ താളിക്കലും കാര്യങ്ങളൊന്നുമില്ല. ഇതിലേക്ക് പുളി അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടതാണ്, ചൂടുവെള്ളത്തിലിട്ടതാണ്. അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകാണ്, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം അധികം മീൻ കുറവാണ്. 3 ചെറിയ കോല, അധികം വലിയ കോല. ഇതാണ് കേട്ടോ ഞാനെടുത്ത് കഴുകി വെച്ചിരിക്കുന്ന കോലാൻ. അപ്പോൾ മീൻ കുറവാണ്. അപ്പോൾ ചാറും അതുപോലെ തന്നെ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ചാറ് തിളച്ചാന്ന് നോക്കാം. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ പുഴയിലെ കോലാനാണ് കേട്ടോ ഇത്. ടേസ്റ്റായിരിക്കും. ഒപ്പം തന്നെ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം. ഈ തിളച്ചൊന്ന് പറ്റട്ടെ. അപ്പം നമുക്ക് കറി നോക്കാം കേട്ടോ. ഇപ്പം തിളച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഒന്നും കൂടി ഇത് ഡ്രൈ ആവും. ഇത്ര മതി. തീ ഓഫ് ചെയ്യാം. ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കോലാൻ പുളിയിട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം അരച്ചാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ കറിയുടെ ചാറിന് നല്ല ടേസ്റ്റായിരിക്കും, കൊഴുപ്പും ഉണ്ടാവും. അപ്പോൾ ചുമന്നുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഒരു മീഡിയം കഷ്ണമാണ് എടുത്തേക്കണത്. ഇതെല്ലാം നമ്മുടെ വയറ്റിൽ ചെല്ലുകയും ചെയ്യും, ഇഞ്ചിയും ഉള്ളിയും എല്ലാം. അപ്പോൾ അങ്ങനെയാണ് ഈ കറി റെഡിയാക്കിയേക്കണത് കേട്ടോ. ഓക്കെ. അപ്പോഴേ ഒരു 3-4 ചാളയുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതിൻ്റെ ഉപ്പിരട്ടിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതും കൂടി ഒന്ന് വറുത്തെടുക്കണേണ്. 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ മത്തി വറുത്തത് റെഡി ആയിട്ടോ. കഴിഞ്ഞ ദിവസം പുരട്ടി വെച്ച മത്തിയായിരുന്നു ഇത്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്ന മത്തിയൊക്കെ ഒരുവിധം വലിയ മത്തിയാണ്, വിലയും കൂടുതലാണ്.
അപ്പോഴേ നമ്മളെ പാവക്കയും ക്യാരറ്റും കൂടി ഒന്ന് മെഴുക്ക് പുരട്ടി പോലെ വെക്കണേ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരമണിക്കൂർ മുമ്പ് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്, ക്യാരറ്റും പാവക്കായും കൂടി. അപ്പോൾ പാവക്കയുടെ കയ്പും ക്യാരറ്റിൻ്റെ മധുരവും കൂടി അങ്ങോട്ട് മാച്ച് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. വേറെ പുളിയും കാര്യങ്ങളൊന്നും ഇന്ന് നമ്മൾ ഇടില്ല കേട്ടോ. ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ. ഡയറ്റ് നോക്കണവർക്കൊക്കെ സൂപ്പർ കറിയാണിത്. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കാം. പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്, അല്പം കടുകിട്ട. അപ്പോൾ ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ക്യാരറ്റും ഒരു പാവക്കയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പാവക്ക ഒരിതും വലുതായിരുന്നു, ക്യാരറ്റ് ഒരു 100 ഗ്രാം ഉണ്ടാവുള്ളൂ. ക്യാരറ്റിൻ്റെ അത്ര ഉണ്ടായുള്ളൂ, ഒരെണ്ണേ ഉണ്ടായുള്ളൂ ബാലൻസ്. വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി ഇടാം. ഞാനിടയ്ക്ക് ക്യാരറ്റും പാവക്കായും കൂടി വെക്കാറുണ്ട് കേട്ടോ. അത് പൊടി പൊടിയാക്കി അരിഞ്ഞ് ഒരു തോരൻ വെക്കുന്ന ടൈപ്പ് ഉണ്ട്, അത് വേറെ ഒരു കറിയാണ്. ഇത് നമ്മളൊരു വലുതാക്കി തന്നെ കട്ട് ചെയ്ത് നീളത്തിൽ അരിഞ്ഞിട്ട് റെഡിയാക്കണ കറിയാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഇത്തിരി കുരുമുളക് പൊടി മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. മുളക് പൊടിയും വേറെ ഒരു പൊടി ഉപയോഗിക്കില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, ഇനി അല്പം കുരുമുളക് പൊടിയേ ഇടുള്ളൂ. വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കില്ല. അപ്പോൾ അല്പം എണ്ണ ഇത്തിരി കൂടുതലാണ് ഒഴിച്ചേക്കണത്. ചെറുതീയിൽ കിടന്നാണ് ഇത് റെഡിയാകേണ്ടത്. അപ്പം അതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാവക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാവക്കയുടെ ചെറുതായിട്ടൊരു വെള്ളം ഉണ്ടാവും. പിന്നെ എഗെയിൻ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കണ്ട. നമുക്ക് ചെറുതീയിൽ തന്നെ ഇട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. മൂടി വെക്കാം. നമ്മുടെ പാവക്ക നോക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി. അപ്പോൾ ഇതിൽ ഓവറായിട്ട് പൊടികളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ആകെ അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം. മറ്റുള്ള പൊടികളൊക്കെ ചേർത്താൽ ചിലപ്പോൾ നമുക്ക് പുളിയൊക്കെ ഇടേണ്ടി വരും. ഇതൊരു രുചികരമായ കറിയൊന്നുമല്ല, ഇതൊരു നല്ല ഡയറ്റൊക്കെ നോക്കണവർക്ക് പറ്റിയൊരു നല്ലൊരു കറിയാണ്. ഓക്കെ, കഴിക്കാം. അപ്പോൾ ഞാനിന്ന് ചോറിൻ്റെ അരികിൽ തന്നെയാണ് ഇടുന്നത്. പൊങ്കാല ഇടല കേട്ടാ. ചെറിയ മീനായതുകൊണ്ട് ചോറിൻ്റെ അരികിൽ തന്നെ. ഇതിൻ്റെ ചാറ് മതി കേട്ടാ, സൂപ്പർ ടേസ്റ്റാണ്. ഇഞ്ചിയും ഉള്ളിയൊക്കെ അരപ്പിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ കറിയുടെ ചാറിന് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ കോലാൻ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ്. 2 ചെറിയ കഷ്ണം കോലാൻ എടുക്കാം. പിന്നെ മത്തി ഒരെണ്ണം എടുക്കാം. പിന്നെ പാവക്ക, ഇതിലധികം കൂട്ടോട്ടെ കറിയാൻ. അപ്പോൾ അതെടുക്കാം. ക്യാരറ്റും പാവക്കയും കൂടി വെച്ചത് കഴിക്കാം. ചാറിന് നല്ല മണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ചാറ്. പിന്നെ കോലാനിത് പുഴയിലെ കോലാനായിരുന്നു. മാംസത്തിന് രസം കാണും. പൊളി.
പിന്നെ മത്തിയാണ്. മത്തിക്ക് മസാലയൊക്കെ നല്ലോണം പിടിച്ച് റെഡിയായിരിക്കണം മത്തിയാണ്. പിന്നെ ഈ കറി നിങ്ങൾ ചോറിൽ കുഴച്ചങ്ങാണ്ട് തിന്നും. കയ്പ്പൊക്കെ ഉണ്ടാവട്ടെ, അതൊക്കെ സഹിക്കണം. അടിപൊളി സംഭവമാണിത്. വിറ്റാമിൻ എ ബി സി ഡി എല്ലാം പെട്ട സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യല്. കോലാൻ, മത്തി വറുത്തത്, ക്യാരറ്റും പാവക്കയും കൂടി മെഴുക്ക് പുരട്ടി. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ബായ്.